പറഞ്ഞേടാ പിടിച്ചോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബൂനാസ് ഹോം. നമ്മൾ ഒരു വീഡിയോ ചെയ്താണ് ഉറുമാമ്പഴത്തിൻ്റെ. അന്ന് നമ്മൾ കുറച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ പഴുത്തിട്ടുണ്ട്. നമുക്കത് പറിച്ചെടുക്കാം. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് കൊടുക്കാം. ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഒരു ഷെയ്ക്കിൻ്റെ റെസിപ്പി ചെയ്ത് നോക്കാം. വാവ്, എന്ത് വലിപ്പമുള്ളതെന്ന് നോക്കിയത്. നല്ലപോലെ പഴുത്തിട്ടുണ്ടത്. നമുക്ക് ബാക്കിയുള്ളതും പറിക്കാം. പക്ഷേ ഇതൊന്നും ആയിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ ഒന്നിനടണം ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം കിളികൾ കൊത്തിക്കൊണ്ട് പോകേണ്ടതാണ്. കൂടിട്ട് കെട്ടി ഓരോ ദിവസം ഞാൻ വന്ന് നോക്കും പഴുത്തോ എന്ന്. ഇന്നിപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു ഇവിടെ. മഴയ്ക്ക് ശേഷം വന്ന് പറിച്ചാണ്. പ്രത്യേകിച്ച് മണമൊന്നുമില്ല ഇതിന്. നമുക്കിത് അപ്പം ഇതിൻ്റെ ഇടയിൽ വേറൊരെണ്ണമുണ്ട്, അത് നമുക്ക് നോക്കാം. ഇത് ഞാൻ വെച്ച ബഡ്മാവാണ്. ഇതിൻ്റെ ശിഖരം വന്നാറാണ് ഇതിങ്ങനെ ചരിഞ്ഞു പോയത്. ഇനി ഇത് ഈ സീസൺ കഴിഞ്ഞിട്ട് വേണം ഇതിനെ കമ്പൊന്ന് ഇറക്കി കൊടുക്കാൻ. അതൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ ഉള്ളത് മൊത്തം ഇച്ചിരി മുകളിലാണ്. എന്നാലും നമുക്കത് പറിക്കാം, നോക്കാം എന്തായെന്ന്. ഇതായിട്ടില്ല. ഇനി നോക്കാനുള്ള അത് രണ്ടുമാണ്. രണ്ടും ആയിട്ടില്ല. 2 ദിവസം കൂടി കിടന്നാൽ സെറ്റാവും. ഇനിയിപ്പോൾ ഉള്ളത് അതാണല്ലേ. പറഞ്ഞേടാ പിടിച്ചോ. പഴുത്തിട്ടുണ്ടല്ലേ? വാ, അടിപൊളി. ഇതാണ് അതിൻ്റെ അടി ഇളകിപ്പോയത്. ഉറുമ്പ് കുത്തിയാണ് ഇത് പോയേക്കുന്നത്. ഇതിനെന്തെങ്കിലും പരിഹാരം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് മൊത്തത്തിൽ പോയി. നമ്മളിത് എത്ര വർഷത്തെ കഷ്ടപ്പാടിലാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്തെടുത്തതെന്നും ഇങ്ങനെ ഇതിനകത്ത് നമുക്ക് പഴം കിട്ടിയെന്നൊക്കെ ഉള്ളത് ഒരുപാട് എഫേർട്ട് ഇട്ടുണ്ട് അതിനകത്ത്. അത്ര നമ്മൾ അതിനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടി പോയപ്പോഴത്തേക്കും ഇനി ഇങ്ങനെ ഒരു മരം അത് പിടിച്ചു വന്നെങ്കിൽ എന്തോരം സമയം എടുക്കും. അപ്പോൾ ഇത് ഇനി കളയാതെ നമുക്ക് നിർത്താനായിട്ടുള്ള എന്തെങ്കിലും മരുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാവുന്നവരൊന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ പറിച്ചു വെച്ചതിനകത്ത് ഒരു ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷെയ്ക്ക് അടിക്കാം. ഇതിനകത്ത് കുരു കളഞ്ഞെടുക്കൽ ഇച്ചിരി ടാസ്ക്കാണ്, നമുക്ക് ചെയ്യാതെ. ഇത് തേൻ പോലെ ഇരിക്കുന്നത് ഒഴുകി തുടങ്ങിയതിനകത്ത് ഇങ്ങനെ കിട്ടിലും മധുരം. ഇങ്ങനെ തുറക്കാതെ. ഓഫ്, ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ അത് കുറച്ച് പണിയുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. എടുത്ത് നീ ഇത് കളയല്ല, ഇതിനകത്ത് നമുക്ക് കഴിക്കാനായിട്ടുണ്ട്. ഇതിനി തീരെ നൈസായതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ കഴിച്ചോളാം അത്. ഇനി ഇതിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യണം.
മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ കുരു നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ കിട്ടും. ഗൈസ്, സ്പൂൺ കൊണ്ട് ചെയ്തിട്ട് ഇത് പോകുന്നില്ല. അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യണ ഇതുകൊണ്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അത്യാവശ്യം ഇതിൻ്റെ കുരു വിട്ട് പോരുന്നുണ്ട്. കുറച്ച് നേരം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കുരു സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ ഇങ്ങനെ കുരു നമുക്ക് കിട്ടും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കുരു നമുക്ക് മാറ്റാം. അങ്ങനെ കുരുവൊക്കെ കളഞ്ഞ് നമ്മുടെ പഴം ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഇതിനകത്തേക്ക് കട്ടപ്പാൽ ഇട്ട് കൊടുക്കാം. നമുക്കിതിന് ഓൾറെഡി മധുരമുണ്ട്. പഞ്ചസാരക്ക് പകരം നമുക്ക് കുറച്ച് മിൽക്ക് മേടി ചേർത്ത് കൊടുക്കാം. അടിപൊളി സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉറുമാമ്പഴം ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതെന്താ, ചായ കുടിച്ചായിരുന്നു അല്ലേ? ടേസ്റ്റ് ചെയ്തോ? അടിപൊളി. ഓട്ടം പോയപ്പോ പലയിടത്തും ഞാൻ പല ഷേക്കും കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പഴമല്ലേ, നാലും മിൽക്ക് മെയ്ഡും ചേർത്ത് സിമ്പിളായിട്ട് അടിച്ചെടുത്താണ്. കിടിലൻ സാധനം അല്ലേ? രക്ഷയില്ല. അടിപൊളി. ഞാൻ കുടിച്ചു നോട്ടെ. ചായ കുടിച്ചോണ്ട, അല്ലെങ്കിൽ അളിയൻ ഇത് മൊത്തം തീർത്തനല്ലേ. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ കാണാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.